ഹായ് ഓൾ. സോ നമുക്കിനി അടുത്ത ഒരു ക്ലാസ്സിലേക്ക് നമ്മുടെ FSO എക്സാം ക്വസ്റ്റ്യൻ സീരീസിൻ്റെ MCQ സീരീസിൻ്റെ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് സ്വാഗതം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഇതിൽ ഈ വരുന്ന ക്വസ്റ്റ്യൻസ് ഇതിൽ നമ്മളെ ലോയുമായിട്ട് റിലേറ്റഡ് ആയ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ടെക്നോളജി ആയിട്ടുള്ള ലോയുമായിട്ട് റിലേറ്റഡ് ആയ ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 81st ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ FSSAI ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഈസ് ലൊക്കേറ്റഡ് ഇൻ 6 റീജിയൻസ് വിത്ത് ഹെഡ് ഓഫീസ് ലൊക്കേറ്റഡ്. അപ്പോൾ FSSAI അതോറിറ്റി, നമ്മുടെ ഫുഡ് അതോറിറ്റിയുടെ ഹെഡ് ഓഫീസ് എവിടെയാണ്? ഫുഡ് അതോറിറ്റിയുടെ ഹെഡ് ഓഫീസ് എവിടെയാണ്? ഫുഡ് അതോറിറ്റിയുടെ ഹെഡ് ഓഫീസ് ന്യൂഡൽഹി. ഫുഡ് അതോറിറ്റീസിന്റെ ഹെഡ് ഓഫീസ് എവിടെയാണ്? ന്യൂഡൽഹിയാണ് കേട്ടോ. FSSAI ഈസ് ലൊക്കേറ്റഡ് ഇൻ 6 റീജിയൻസ് അല്ലേ. അപ്പോൾ 6 റീജിയൻസിൽ വേറെ ലൊക്കേറ്റ് ചെയ്യുന്നത് ഫുഡ് അതോറിറ്റി ഹെഡ് ഓഫീസ് എവിടെയാണ്? ന്യൂഡൽഹിയാണ്. അപ്പോൾ എവിടേക്കാണ് ബാക്കിയുള്ള 6 റീജിയൻസ്? ഒന്ന് ഗുവാഹട്ടി, പിന്നെ മുംബൈ, കൊൽക്കത്ത, കൊച്ചിൻ ആൻഡ് ചെന്നൈ. അതും അതുപോലെ തന്നെ അതിന്റെ കൂടെ തന്നെ ന്യൂഡൽഹി ഉണ്ടാവും. അങ്ങനെ 5 + 5 + 1 ആണ് എന്ത് വരുന്നത് ഇപ്പോഴത്തെ FSSAI ഉള്ളത് കേട്ടോ. അപ്പോൾ ഗുവാഹട്ടി, മുംബൈ, കൊൽക്കത്ത, കൊച്ചിൻ, ചെന്നൈ ആൻഡ് ന്യൂഡൽഹി, അങ്ങനെ 6 റീജിയൻസിലാണ്. അതിന് ഹെഡ് ഓഫീസ് എവിടെയാണ്? ന്യൂഡൽഹി. അപ്പോൾ വൺസ് മോർ ഗുവാഹട്ടി, മുംബൈ, കൊൽക്കത്ത, കൊച്ചിൻ ആൻഡ് ചെന്നൈ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ, അക്മാർക്ക് ആക്ട് 1937 കംസ് അണ്ടർ. അക്മാർക്ക് 1937 നമ്മൾ പഠിച്ചതല്ലേ, അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് എന്നൊക്കെ പറയുന്ന ആക്ട് ആണ്. 1937 ഉണ്ടായ ആക്ട് ആണ്. ഈ ആക്ട് ഏത് ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടർ? ഇറ്റ് ഈസ് അണ്ടർ ദ ഡയറക്ടറേറ്റ് ഓഫ് മാർക്കറ്റിംഗ് ആൻഡ് ഇൻസ്പെക്ഷൻ. സോ അക്മാർക്ക് ആക്ട് ഈസ് comes under the Directorate of Marketing and Inspection. അപ്പോൾ അക്മാർക്കിന്റെ ഫുൾ ഫോം എന്താണ്? അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് എന്നാണ് ഇതിന്റെ ഫുൾ ഫോം. ഇതിന്റെ ഹെഡ് ഓഫീസ് വരുന്ന ഫരീദാബാദിലാണ്. എവിടെയാണ്? ഹരിയാനയിലുള്ള ഫരീദാബാദിലാണ് അക്മാർക്കിന്റെ ഹെഡ് ഓഫീസ് വരുന്നത്. ഇത് ശരിക്കും ഒരു വോളണ്ടറി, മീൻസ് കമ്പൽസറി അല്ല. എന്ന് വെച്ചാൽ ഒരു ഫുഡ് പ്രൊഡക്റ്റിന് ഈ ഒരു ആക്ടിന്റെ ഇത് നമ്മൾ FSSAI ലൈസൻസ് എടുക്കുന്ന പോലെ കമ്പൽസറി ആയിട്ട് പറഞ്ഞു. പക്ഷേ ചില ഫുഡിന് ഇത് കമ്പൽസറിയാണ്, ചിലതിന് മാത്രമേ ഇത് കമ്പൽസറി ആയിട്ടുള്ളൂ. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ ബ്ലെൻഡഡ് വെജിറ്റബിൾ ഓയിൽ, ബ്ലെൻഡഡ് എഡിബിൾ വെജിറ്റബിൾ ഓയിൽ. ഫസ്റ്റ് വൺ ബ്ലെൻഡഡ് എഡിബിൾ വെജിറ്റബിൾ ഓയിൽ. സെക്കൻഡ് വൺ ഫാറ്റ് സ്പ്രെഡ്. തേർഡ് വൺ കാംഗ്ര ടീ. ഫോർത്ത് വൺ ഗീ. ഫിഫ്ത്ത് വൺ ടിൽ ഓയിൽ. സിക്സ്ത് വൺ ഹണി. And seventh and last one, that is light black pepper. So Akmark Act 1937 comes under Directorate of Marketing and Inspection. So Akmark എന്ന് പറയുന്നത് Directorate of Marketing and Inspection അണ്ടറിൽ വരുന്നതാണ്. ഇത് വോളണ്ടറി ആണ്, ശരിക്കും ലോ വോളണ്ടറി ആണ്. പക്ഷെ ചില ഫുഡിന് ഒരു 6 ഫുഡിന് ഇതല്ല, ഒരു 7 ഫുഡിന് ഒരു ഇതിന്റെ കമ്പൽസറി ആണ്. നമ്മൾ ഗീ ഒക്കെ വാങ്ങുമ്പോൾ അതിലൊക്കെ ഉണ്ടാവില്ല അക്മാർക്കിന്റെ മാർക്ക്. അതുകൊണ്ട് ഗീല് മാത്രമേ ബാക്കിയിലൊന്നും വരാതിരിക്കുന്നതിന് കാരണം അക്മാർക്ക് ഗീല് കൊടുക്കണമെന്ന് കമ്പൽസറിയാണ്. അതുപോലെ വേറെ എന്താണ്? ബ്ലെൻഡഡ് എഡിബിൾ വെജിറ്റബിൾ ഓയിൽ ഉണ്ട്, ഫാറ്റ് സ്പ്രെഡുകളുണ്ട്, കാംഗ്ര ടീ ഉണ്ട്, ഗീ ഉണ്ട്, ടിൽ ഓയിൽ ഉണ്ട്, ഹണി ഉണ്ട്, ലൈറ്റ് ബ്ലാക്ക് പെപ്പർ. ഇങ്ങനെ 7 ഫുഡ് പ്രൊഡക്ട്സിൽ എന്തുണ്ട്? അക്മാർക്ക് കൊടുക്കണമെന്ന് കമ്പൽസറിയാണ്, ബാക്കിയൊക്കെ വോളണ്ടറിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 83rd ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദീസ് ആർ റെസ്പോൺസിബിൾ ഫോർ ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് FSSAI? ഓക്കെ, അപ്പൊ FSSAI ഇംപ്ലിമെന്റേഷൻ ചെയ്യേണ്ടത് ആരാണ്? ഇംപ്ലിമെന്റേഷൻ ചെയ്യുന്ന FSSAI? മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിന്റെ അണ്ടറിലാണ് എന്ത് വരുന്നത്? FSSAI ലോ വരുന്നത് എന്തിന്റെയാണ്? മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി. നമ്മുടെ അതോറിറ്റി ഒക്കെ വരുന്ന എന്തിന്റെ അടിയിലാണ്? അണ്ടറിലാണ് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ. നെക്സ്റ്റ് വൺ, യൂണിയൻ മിനിസ്റ്റർ ഫോർ ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ശ്രീ JP Nadda has launched which project for the safety standards of food on the streets? അല്ലേ, വഴിയോര കച്ചവടക്കാർ, നമ്മളെ ഇപ്പോൾ നാട്ടിൽ വഴിയോര കച്ചവടക്കാരും അതിന്റെ ഫുഡൊക്കെ പണ്ട് മുതലേ കൂടുതലായിട്ട് ആളുകൾ യൂസ് ചെയ്യുന്നത്, അങ്ങനെ ഈസിലി അവൈലബിൾ ആണ്, വലിയ റേറ്റ് ഉണ്ടാവില്ല, നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ സ്ട്രീറ്റിലെ ഫുഡുകൾ ഭയങ്കര ഡിമാൻഡുള്ള സാധനം. അപ്പോൾ ഈ ഫുഡുകൾ നല്ല സേഫ്റ്റി ആക്കണം എന്നുള്ള രീതിയിൽ ശ്രീ JP Nadda എന്ന് പറഞ്ഞാൽ അന്നുണ്ടായിരുന്ന മിനിസ്റ്ററാണ്, അദ്ദേഹം കൊണ്ടുവന്ന പ്രൊജക്റ്റ് ആണ് എന്ത്? ക്ലീൻ സ്ട്രീറ്റ് ഫുഡ്. എന്താണ് ക്ലീൻ സ്ട്രീറ്റ് ഫുഡ്? ഇത് കൊണ്ടുവന്നത് ഡൽഹിയിലാണ്. ആദ്യമായിട്ട് കൊണ്ടുവന്നത് എവിടെയാണ്? ഡൽഹിയിലാണ്. ഏകദേശം 20,000, അതായത് 20,000 സ്ട്രീറ്റ് വെൻഡേഴ്സിനെ വിളിക്കുകയും അവർക്ക് ഫുഡ് സേഫ്റ്റിനെ പറ്റി ക്ലാസ് എടുക്കുകയും അവർക്ക് ഇതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി കൊടുക്കുകയൊക്കെയാണ് ഫസ്റ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ എന്താണ് ശ്രീ JP Nadda മിനിസ്റ്റർ എന്ന കൊണ്ടുവന്നതാണ് എന്ത്? ക്ലീൻ സ്ട്രീറ്റ് ഫുഡ് എന്ന് പറയുന്നത്. ന്യൂഡൽഹിയിലാണ് ആദ്യമായിട്ട് കൊണ്ടുവന്നത്. ചെയ്തത് എന്താണെന്ന് വെച്ചാൽ സ്ട്രീറ്റിൽ കച്ചവടം നടത്തുന്ന കച്ചവടക്കാർക്ക്, അതായത് ഫുഡിന്റെ കച്ചവടം നടത്തുന്ന കച്ചവടക്കാർക്ക് ഫുഡ് സേഫ്റ്റിയെ പറ്റിയും അതിന്റെ സ്റ്റാൻഡേർഡ്സിനെ പറ്റിയും കാര്യങ്ങളും ഒരു എങ്ങനെ ഹൈജീനായിട്ട് ഫുഡ് ഉണ്ടാക്കുന്ന ഒരു ക്ലാസ് കൊടുത്തു. Next one, Food Safety and Standard Authority of India has issued a set of guidelines regarding the recall of dash from the market. അല്ലേ, അപ്പൊ റീകോൾ എന്ന് വെച്ചാൽ എന്താ? റീകോൾ ഓഫ് ഡാഷ് ഫ്രം ദ മാർക്കറ്റ് എന്ന് വെച്ചാൽ ഈ ഫുഡിനെ റീകോൾ ചെയ്യാനുള്ള, അതായത് ഫുഡ് സേഫ്റ്റി കൊണ്ടുവന്ന, അപ്പം എന്തായാലും അൺസേഫ് ഫുഡ് പ്രൊഡക്ട്സിനെ റീകോൾ ചെയ്യാനുള്ള റെഗുലേഷൻസ് കൊണ്ടുവന്നത്. എപ്പോഴാണ് കൊണ്ടുവന്നത്? 2017 കൊണ്ടുവരുന്നത്. എപ്പോഴാണ് കൊണ്ടുവരുന്നത്? 2017 ഈ റെഗുലേഷൻസ് കൊണ്ടുവരുന്നത്. ഇതൊന്നുമില്ല, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു 1.5 വർഷം 1.5 വർഷം മുന്നേ തോന്നുന്നുണ്ട്
കിൻഡർ ജോയ് നമ്മൾ ഇന്ത്യയിൽ റീകോൾ ചെയ്തിട്ടില്ല, വേറെ പുറം രാജ്യങ്ങളിൽ സാൽമോണലിന്റെ പ്രസൻസ് കണ്ടിട്ട് റീകോൾ ചെയ്തിരുന്നു. കമ്പനി മൊത്തം കിൻഡർ ജോയിനെയും റീകോൾ ചെയ്തു. ഈ കമ്പനി മൊത്തം ഒരു പ്രൊഡക്റ്റിനെ റീകോൾ ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിക്കും കടയിലുള്ള മാത്രമാണ്, അങ്ങനെയല്ല. അത് വാങ്ങിച്ച കൺസ്യൂമേഴ്സിന്റെ ഒരു നടക്കം ആ ഫുഡിനെ റീകോൾ ചെയ്യും. മീൻസ് അവർ ഉപയോഗിച്ച് കഴിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ അതിനെന്തോ പ്രശ്നങ്ങൾ അവർക്ക് ബാധിക്കും, അത് വേറെ കാര്യം, അതിനുള്ള കോമ്പൻസേഷനും കാര്യങ്ങളൊക്കെ വേറെ വരും. പക്ഷെ റീകോൾ ചെയ്യുമ്പോൾ കമ്പനി മാർക്കറ്റിലുള്ള സാധനങ്ങൾ എന്ന് പറയുമ്പോൾ ഇവൻ ഒരു കൺസ്യൂമർ വാങ്ങിച്ച സാധനങ്ങൾ വരെ എന്ത് ചെയ്യും, റീകോൾ ചെയ്യും. 2017 ഇങ്ങനെ ഒരു ഇത് കൊണ്ടുവരുന്നത്. ഇനി ഇത് ആരാണ് റീകോൾ ചെയ്യാം? ഇപ്പം ഒരു കൺസ്യൂമർ ഒരു ഫുഡ് വാങ്ങിച്ചു, കഴിച്ചു, അയാൾക്ക് അസുഖം വന്നു. അങ്ങനെ അസുഖം വന്നാൽ അയാൾ എന്തെങ്കിലും കംപ്ലൈന്റ് ചെയ്യൂലേ? അങ്ങനെ കംപ്ലൈന്റ് ചെയ്തിട്ട് കൊണ്ടുപോകാം. മീൻസ് അങ്ങനെ കംപ്ലൈന്റ് ചെയ്തതിൽ ഒന്നെങ്കിൽ സിഇഒ അല്ലെങ്കിൽ കമ്മീഷൻ ഓഫ് ഫുഡ് സേഫ്റ്റി, സിഇഒ അല്ലെങ്കിൽ കമ്മീഷൻ ഓഫ് ഫുഡ് സേഫ്റ്റി ആണ് റീകോളിനുള്ള എന്ത് കൊടുക്കുക, നോട്ടീസ് കൊടുക്കുക, റീകോൾ ചെയ്യണം എന്നുള്ള നോട്ടീസ് കൊടുക്കുക. അത് എന്ത് കൺസ്യൂമേഴ്സിന്റെ കംപ്ലൈന്റ് വഴി. ഇനി അതല്ല, ഇപ്പൊ കിൻഡർ ജോയിന്റെ കേസിൽ നടന്നത് എന്താണെന്ന് വെച്ചാൽ കമ്പനി തന്നെ മീൻസ് അവർക്ക് മനസ്സിലായി അവർ ഇറക്കിയ പ്രോഡക്റ്റിൽ എന്തോ പ്രോബ്ലം ഉണ്ടെന്ന് മനസ്സിലായിട്ട് അവർ സ്വയം എന്ത് ചെയ്യാണ്, റീകോൾ ചെയ്യുക ചെയ്തത്. അങ്ങനെയും ചെയ്യാം. അപ്പൊ ഒരു കമ്പനി എന്ത് ചെയ്തു, കമ്പനി പ്രൊഡക്റ്റ് ഇറക്കി അവരെന്തായാലും സാമ്പിൾ വെക്കൂലേ? അപ്പൊ സാമ്പിൾ പ്രശ്നം കണ്ടു. അപ്പൊ സാമ്പിൾ പ്രശ്നം കണ്ടപ്പോൾ ഓൺ ദ സ്പോട്ട് അവർ അറിയിക്കും. ആരറിയിക്കും? ഇപ്പോൾ സിഇഒനോ അല്ലെങ്കിൽ കമ്മീഷൻ ഓഫ് ഫുഡ് സേഫ്റ്റിനോ ഇങ്ങനെ അറിയിക്കും, ഇങ്ങനെ പ്രശ്നമുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം, ആ ഇതിനെ ഫുഡിനെ റീകോൾ ചെയ്യണം. അങ്ങനെ റീകോൾ എന്നുള്ള ഒരു ഇത് കിട്ടുകയും ഇവരെന്ത് ചെയ്യും, ആക്ഷൻ എടുത്ത് ഫുഡിനെ മൊത്തമായിട്ട് റീകോൾ ചെയ്യും. ഓക്കെ അല്ലേ? Next one, regulator FSSA has joined hands with which organization to check misleading ads in the ഫുഡ് ആൻഡ് ബീവറേജസ്. ആഡ് അതായത് അഡ്വർടൈസ്മെന്റിലെ പരസ്യങ്ങൾ മിസ്ലീഡിങ് ആഡ്സിനെ ഇതാക്കാൻ വേണ്ടിയിട്ട്, അതായത് മനസ്സിലാക്കാനും ഇതിനെ പറ്റി റെഗുലേറ്റ് ചെയ്യാനുള്ളതൊക്കെ ആരുമായിട്ടാണ് FSSA എന്ത് ചെയ്തത്, കൂടിച്ചേർന്നത്. അത് ആരുമായിട്ടായിരിക്കും? എന്തായാലും അഡ്വർടൈസിംഗിന്റെ കമ്മിറ്റി ആയിരിക്കും അല്ലെ? അസ്കിന്റെ ഫുൾ ഫോം എന്താ? അഡ്വർടൈസിംഗ് സ്റ്റാൻഡേർഡ്സ് കൗൺസിൽ ഓഫ് ഇന്ത്യ. അപ്പൊ ആഡ്സ് അല്ലേ, പരസ്യങ്ങളല്ലേ? അപ്പൊ പരസ്യങ്ങൾ വരുമ്പോൾ അവരുടെ കമ്മിറ്റി ഇതായിട്ടല്ലേ വേണ്ടത്, കൗൺസിൽ. അപ്പൊ അഡ്വർടൈസിംഗ് സ്റ്റാൻഡേർഡ്സ് കൗൺസിൽ ഓഫ് ഇന്ത്യ ആയിട്ട് എന്ത് ചെയ്തു, ജോയിൻ ഹാൻഡ് ചെയ്ത് എന്നിട്ട് എന്ത് ചെയ്തു, ഇതിനെ ആഡ്സ് വരുന്നുണ്ടോ ഇല്ലയോ. അപ്പൊ അസ്കി എന്ന് പറയുന്നത് സെൽഫ് റെഗുലേറ്റിംഗ് ഓർഗനൈസേഷൻ ആണ്. എന്ന് വെച്ചാൽ എന്തിന്, എല്ലാ അഡ്വർടൈസ്മെന്റും ലീഗൽ ആയിരിക്കണം, ഡീസെന്റ് ആയിരിക്കണം, അത് ഹോണസ്റ്റ് ആയിരിക്കണം, ട്രൂത്ത്ഫുൾ ആയിരിക്കണം, അത് ഹസാർഡസ് ആവാൻ പാടില്ല, ഹാംഫുൾ ആവാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ശരിക്കും നടക്കുന്നുണ്ടോ എന്ന് നോക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് എന്ന് പറയുന്നത് അസ്കി എന്ന് പറയുന്നത്. സോ അസ്കി, വാട്ട് ഈസ് ദ ഫുൾ ഫോം അസ്കി? അഡ്വർടൈസിംഗ് സ്റ്റാൻഡേർഡ്സ് കൗൺസിൽ ഓഫ് ഇന്ത്യ. നെക്സ്റ്റ് വൺ, FSSA has launched which logo for fortified foods. അപ്പോൾ ഫോർട്ടിഫൈഡ് ഫുഡ്സിന് ലോഗോ ഇറക്കിയിട്ടുണ്ട് അല്ലെ? ഫോർട്ടിഫൈഡ് ഫുഡ്സിന്റെ ലോഗോ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവല്ലോ, ഒരു നീല എന്താ ഉണ്ടാവില്ലേ? അപ്പൊ എന്തായിരിക്കും? സ്ക്വയർ വിത്ത് ആൻ എഫ് ആൻഡ് എ പ്ലസ് സൈൻ വിത്ത് എ റിംഗ്. ഇങ്ങനെ ഒരു സ്ക്വയർ ഉണ്ടാവും. ആ സ്ക്വയറിനുള്ളിൽ എന്തുണ്ടാവും? ഒരു എഫ്, ഇങ്ങനെ ക്യാപിറ്റൽ ലെറ്റർ എഫ് ചെയ്തത്. സ്ക്വയർ ഒന്നും ആയില്ല, ഓക്കെ സോറി. ഇത് എഫ് സൈൻ ഉണ്ടാവും. ഇതിന്റെ കൂടെ എന്തുണ്ടാവും? ഒരു പ്ലസ് സൈൻ ഉണ്ടാവും. ഇതെല്ലാം നീല കളറിലായിരിക്കും. ബ്ലൂ കളറിനൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ട്, അതുകൊണ്ടാണ് പറയുന്നത് ബ്ലൂ ആയിരിക്കും. ഇതിന്റെ കൂടെ എന്തുണ്ടാവും? ഒരു സർക്കിൾ, ഇങ്ങനെ ഒരു ഹാഫ് സർക്കിൾ ഇങ്ങനെ വരച്ചിട്ടുണ്ടാവും. അപ്പൊ ഇതെന്താന്ന് വെച്ചാല് ആദ്യം ഈ സ്ക്വയർ ഇതെല്ലാം ബ്ലൂ കളറിലാട്ടോ. ഇതിന്റെ മൊത്തം FSSAന്റെ മൊത്തം ഇതും എന്ത് കളറിലായിരിക്കും? ബ്ലൂ കളറിലായിരിക്കും ഉണ്ടാവുക. എന്തുകൊണ്ട് ഈ ബ്ലൂ കളർ എന്തിന്റെ ഇതായിട്ട് കാണിക്കുന്നത്? ബ്ലൂ എന്ന് പറയുന്ന കളർ സെലക്ട് ചെയ്യാൻ കാരണം പ്യൂരിറ്റി. ബ്ലൂ കളറിന്റെ ഇൻഡിക്കേഷൻ എന്താണ്? പ്യൂരിറ്റി. അപ്പോൾ ഇതിൽ എഫ് പ്ലസ് എന്ന് പറഞ്ഞ സൈൻ, പ്ലസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സാധനം ആഡ് ചെയ്യണം, ഒരു ഫുഡിലേക്ക് നമുക്ക് ആവശ്യമായ ഒരു മൈക്രോ ന്യൂട്രിയന്റിനെ നമ്മൾ ആഡ് ചെയ്യുന്നതുകൊണ്ട് പ്ലസ് സൈൻ വന്നു. പിന്നെ ഇത് ബ്ലൂ കളറിലാണെന്നുണ്ട്. ബ്ലൂ എന്താണ്? പ്യൂരിറ്റി. പിന്നെ ഇതൊരു സ്ക്വയർ ഇല്ലേ? ഇത് സ്ക്വയറില്ല, ഒരു സ്ക്വയർ ഷേപ്പിലാണുള്ളത് അല്ലെ? കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സ്ക്വയർ, ഫുൾ സ്ക്വയർ ആ കാണിക്കുന്നത് അല്ലെ? ആ ഫുൾ സ്ക്വയർ കാണിക്കാനുള്ള കാരണം എന്താണ്? കംപ്ലീറ്റ്നെസ് ആണ്. എന്തുകൊണ്ടാണ് ഇത് കംപ്ലീറ്റ്? നമ്മളെ ഫുഡിനെ കംപ്ലീറ്റ് ആക്കും, നമ്മൾ കഴിക്കുന്ന ഫുഡിനെ എന്താക്കുന്നു? കംപ്ലീറ്റ് ആക്കുന്നു. അതുകൊണ്ടാണ് ഒരു ക്ലോസ്ഡ് സ്ക്വയർ കൊടുത്തത്. പ്ലസ് സൈൻ വരാനുള്ള കാരണം എന്തായിരുന്നു? ഒരു പുതിയൊരു മൈക്രോ ന്യൂട്രിയൻ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്, പ്ലസ് അഡീഷൻ അല്ലെ? അഡീഷൻ അങ്ങനെ വരുന്നത് കൊണ്ട് ഈ ബ്ലൂ കളർ സെലക്ട് ചെയ്യാനുള്ള കാരണം എന്തായിരുന്നു? പ്യൂരിറ്റി ആയിരുന്നു. ഇനി അടുത്തത് ഇതിന്റെ ഈ ഒരു ഹാഫ് റിംഗിലെ ഈ റിംഗ് എന്തിനാ വരുന്നത്? പ്രൊട്ടക്ഷൻ ഓഫ് ഗുഡ് ഹെൽത്ത്. എന്തിനാ ഇങ്ങനെ റിംഗ് വരുന്നത്? പ്രൊട്ടക്ഷൻ ഓഫ് ഗുഡ് ഹെൽത്ത്. ഇത്രയും കാര്യങ്ങളാണ് ഉണ്ടാവും. ഇത് കൂടാതെ എന്തുകൊണ്ടാവും? ഫോർട്ടിഫൈഡ് എന്ന് പറഞ്ഞൊരു എഴുതിയിട്ടുണ്ടാവും. അതുകൂടാതെ സമ്പൂർണ്ണ പോഷൻ സ്വസ്ഥ ജീവൻ. എന്താണ് സമ്പൂർണ്ണ പോഷൻ സ്വസ്ഥ ജീവൻ? ചിലപ്പോൾ ഇതൊക്കെ ചോദിക്കട്ടോ, നമ്മൾ ഇങ്ങനെ ക്വസ്റ്റ്യൻസിലൊക്കെ എന്താണ് ഫോർട്ടിഫൈഡിന്റെ അടിയിൽ എഴുതിയിരിക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് അറിയണമല്ലോ. സമ്പൂർണ്ണ പോഷൻ സ്വസ്ഥ ജീവൻ. എന്താ എഴുതിയിരിക്കുന്നത്? സമ്പൂർണ്ണ പോഷൻ സ്വസ്ഥ ജീവൻ. ഓക്കെ അല്ലേ? ഇനി ഇതിന്റെ കൂടെ എന്തും ഈ സൈനും ഈ സമ്പൂർണ്ണ പോഷണം സ്വസ്ഥ ജീവനൊക്കെ ഉണ്ടെങ്കിലും അതിന്റെ കൂട്ടത്തിൽ എന്ത് എഴുതണം? ലേബൽ എഴുതണം. എന്ത് ലേബൽ ചെയ്യണം? ഫോർട്ടിഫൈഡ് വിത്ത് എന്ത് സാധനമാണ്? ഇപ്പൊ ഫോർ എക്സാമ്പിൾ വൈറ്റമിൻ എ ആണ് ഒരു ഓയിൽ, എഡിബിൾ ഓയിലേക്ക് വൈറ്റമിൻ എയും ഡി ഒക്കെ ആണ് അല്ലെ ഫോർട്ടിഫൈഡ് ചെയ്യുക. അപ്പൊ എന്തിനും ഫോർട്ടിഫൈഡ് വിത്ത് വൈറ്റമിൻ എ അല്ലെങ്കിൽ ഫോർട്ടിഫൈഡ് വിത്ത് വൈറ്റമിൻ എ ആൻഡ് ഡി. ഇനിയിപ്പോ സാൾട്ടിന്റെ കേസിൽ അയഡിൻ ചെയ്യുന്നത് ഡബിൾ ഫോർട്ടിഫൈഡ് ആണെങ്കിലോ എന്ത് ചെയ്യും? അയഡിനും അയണും ഉണ്ടാവും. അപ്പൊ എന്ത് ചെയ്യും? ഫോർട്ടിഫൈഡ് വിത്ത് അയഡിൻ അല്ലെ ഫോർട്ടിഫൈഡ് വിത്ത് അയഡിൻ ആൻഡ് അയൺ എന്നുള്ളത് എഴുതണം. അപ്പൊ ഓക്കെ അല്ലേ? സ്ക്വയർ കംപ്ലീറ്റ്നെസ്, പ്ലസ് സൈൻ അഡീഷൻ, ഹാഫ് സർക്കിള്,
പ്രൊട്ടക്ഷൻ ഓഫ് ഗുഡ് ഹെൽത്ത്, പിന്നെ എന്താണ് ബ്ലൂ കളർ പ്യൂരിറ്റി. നെക്സ്റ്റ് As per Section 22 of Food Safety and Standard Act 2006, foods for special dietary uses or functional foods or nutraceutical or health supplements does not include അല്ലേ എന്തില്ല. അപ്പോൾ സെക്ഷൻ 22 എന്താ ആദ്യം? സെക്ഷൻ 22 എന്ന് പറയുന്നത് ജനറ്റിക്കലി മോഡിഫൈഡ് ഫുഡ്സ്, ഓർഗാനിക് ഫുഡ്സ്, ഫങ്ഷണൽ ഫുഡ്, പ്രൊപ്പറേറ്ററി ഫുഡ്സ്, ഈ 4 സാധനങ്ങൾ എന്തൊക്കെയാണ്. അതുപോലെ ബാക്കി അല്ലാതെ എക്സെട്ര ഉണ്ട് കേട്ടോ. ജനറ്റിക്കലി മോഡിഫൈഡ് ഫുഡ്സ്, GM ഫുഡ്സ്, ഓർഗാനിക് ഫുഡ്സ്, ഫങ്ഷണൽ ഫുഡ്സ്, പ്രൊപ്പറേറ്ററി ഫുഡ്സ്, ഇന്ന് ഈ എല്ലാ സാധനങ്ങളും എന്ത് ചെയ്യാൻ പാടില്ല? മാനുഫാക്ചർ ചെയ്യാനോ പ്രോസസ്സ് ചെയ്യാനോ അല്ലെങ്കിൽ സെല്ല് ചെയ്യാനോ പാടില്ല. ഇനി അഥവാ ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാം ഈ ആക്ടിന്റെ അണ്ടറിൽ വന്നിട്ടായിരിക്കണം. അതായത് ഈ എന്താണ് GM ഫുഡ്സ്, പിന്നെ ഫങ്ഷണൽ ഫുഡ്, പിന്നെ അതുപോലെ തന്നെ പ്രൊപ്പറേറ്ററി ഫുഡ്സ്, ഓർഗാനിക് ഫുഡ്സ്, എല്ലാ സാധനങ്ങളും സെല്ല് ചെയ്യുന്നതും മാനുഫാക്ചർ ചെയ്യുന്നതും അതിനെ പ്രോസസ്സ് ചെയ്യുന്നതും എപ്പോഴും എന്തായിരിക്കണം? ഇതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ അണ്ടറിലായിരിക്കണം എന്ന് പറയുന്നതാണ് സെക്ഷൻ 22. അപ്പോൾ ആ സെക്ഷൻ 22 വരാത്ത ബൊട്ടാനിക്കൽ എക്സ്ട്രാക്ട്സ് വരും, വൈറ്റമിൻ സപ്ലിമെന്റ്സ് വരും, പ്രോബയോട്ടിക്സ് വരും. പ്രോബയോട്ടിക്സ് എന്തിൽ വരുന്ന? ഫങ്ഷണൽ ഫുഡിൽ വരുന്നത് അല്ലേ. ഇപ്പോൾ വരാത്തത് എന്താണ്? പാരന്ററൽസ്. എന്താണ് ഈ പാരന്ററൽസ്? പാരന്റിലെ പാരന്ററൽസ്, പാരന്റായിട്ട് ബന്ധമൊന്നുമില്ലാത്ത സാധനം. പാരന്ററൽസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലുള്ള സാധനങ്ങൾ തന്നെയാണ്, പക്ഷെ നമ്മൾ സ്റ്റൊമക്കിലേക്കല്ല കഴിക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഇഞ്ചക്ട് ചെയ്യാം. നമ്മളിപ്പോൾ ഈ ഭയങ്കരമായ അനീമിയ അല്ലെങ്കിൽ പെട്ടെന്ന് വിശപ്പ് ഇതാവാതെ തളർന്ന ആൾക്കാർക്ക് നമ്മൾ ഡ്രിപ്പ് കൊടുക്കില്ലേ, അവരിങ്ങനെ വായിലൂടെ ഡ്രിപ്പ് കൊടുക്കുന്നില്ലല്ലോ, നമ്മൾ ഇഞ്ചക്ട് ചെയ്യാണ്. അപ്പോൾ അങ്ങനെ ഇഞ്ചക്ട് ചെയ്യുന്ന സാധനങ്ങളാണ് നമ്മൾ പാരന്ററൽസ് എന്ന് പറയുന്നത്. അത് സെക്ഷൻ 22 വരുന്ന സാധനങ്ങളാകുമ്പോൾ പുതിയതായിട്ട് കണ്ടുപിടിച്ച GM ഫുഡ്, പ്രൊപ്പറേറ്ററി ഫുഡ്, ഓർഗാനിക് ഫുഡ്, അങ്ങനത്തെ സാധനങ്ങൾ കൊണ്ടാണ്. ഇതിൽ വരാത്തത് ഏതാ എന്ന് പ്രത്യേകം ചോദിക്കാനുള്ള കാരണം. അപ്പോൾ പാരന്ററൽസ് എന്തിൽ വരൂല? സെക്ഷൻ 22 വരൂല. Next one, Food Authority may notify laboratories and research institutes accredited by NABL or any such accreditation agencies wherein NABL stand. ഒന്നുമില്ല, ഇതിൽ ഇത്രയും വലുതായിട്ടൊക്കെ കൊടുത്ത പക്ഷേ സംഭവം ഒത്തിരി ചോദ്യം ഇത്രയേ ഉള്ളൂ. NABLന്റെ ഫുൾ ഫോം എന്താണ്? NABL എന്ന് പറയുന്നത് എന്താണ്? NABLന്റെ ഫുൾ ഫോം നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ലബോറട്ടറീസ്. എന്താണ് നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ലബോറട്ടറീസ്? ഒന്നുമില്ല, ലാബുകളില്ലേ, നമ്മളെ ഈ ലാബുകളെ സർട്ടിഫൈ ചെയ്യാം, നല്ല ലാബാണ്, എല്ലാ സൗകര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാം ചെയ്യുന്നത് കറക്റ്റ് ആണ് ചെയ്യുന്നതൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നതാണ് എന്ത്? NABL എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് NABLന്റെ ഫുൾ ഫോം എന്താണ്? ഏജൻസിന്റെ ഫുൾ ഫോം എന്താണ്? നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ലബോറട്ടറീസ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ, ഹു ഇസ് ദ ചെയർമാൻ ഓഫ് FSSA? അപ്പോൾ ചെയർമാൻ ആണ് ഇപ്പോഴത്തെ ചെയർമാൻ ആരാണെന്ന് ചോദ്യം. അപ്പോൾ FSSAക്ക് ഒരു ചെയർമാൻ ഉണ്ടാവും, അതിന്റെ കൂട്ടത്തിൽ 22 മെമ്പേഴ്സ് ഉണ്ടാവും എന്നൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇത് കൂടാതെ CEO ഉണ്ടാവും, പിന്നെ സ്റ്റേറ്റിലേക്ക് വരുന്നെങ്കിൽ കമ്മീഷൻ ഓഫ് ഫുഡ് സേഫ്റ്റി ഉണ്ടാവും, ഇങ്ങനെ ഓരോന്നായിട്ടുണ്ടാവും അല്ലേ. FSSAന്റെ ചെയർമാൻ ഇപ്പോഴത്തെ ചെയർമാൻ ഇപ്പോഴത്തത് എന്ന് പറയുന്നത് ആരാണ്? അപൂർവ ചന്ദ്ര IAS. ആരാണ്? അപൂർവ ചന്ദ്ര. FSSAന്റെ ചെയർമാനോ ചെയർപേഴ്സണോ ആവാം. സോ ഹു ഇസ് ദ അപൂർവ ചന്ദ്ര IAS? ആരാണ്? അപൂർവ ചന്ദ്ര, ചെയർമാൻ ഓഫ് FSSA. ഇപ്പം നിലവിലുള്ള ചെയർമാൻ ആരാണ്? അപൂർവ ചന്ദ്ര IAS ആണ്. ഇനി ഇതിൽ ഈ 2-3 കൊടുത്തിരിക്കുന്ന ഈ രണ്ടാമത്തെ B ഓപ്ഷനിൽ വരുന്ന G കമലവർദ്ധന റാവോ എന്ന് പറയുന്നത് നമ്മുടെ CEO ആണ്. ഇപ്പോഴത്തെ CEO ആരാണ്? G കമലവർദ്ധന റാവോ. അപ്പൊ സോറി, ഇത് ടിക്കറ്റ് ഉണ്ട്, ഇത് ചെയർപേഴ്സൺ ആണ്, ഇത് CEO. ഇതാരാണ്? CEO. അപ്പൊ എന്താണ്? ഫുഡ് അതോറിറ്റിന്റെ CEO ആണ് ആര്? ഇത്. അപ്പൊ ചെയർപേഴ്സൺ ആരാണ്? അപൂർവ ചന്ദ്ര IAS. CEO ആരാണ്? കമലവർദ്ധന റാവു. ഇനി അടുത്ത അഫ്സാന പർവീൻ IAS ആണ് കേട്ടോ. അഫ്സാന പർവീൻ IAS എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലുള്ള കമ്മീഷണർ ഓഫ് ഫുഡ് സേഫ്റ്റി ആണ്. ഓക്കെ അല്ലേ? അപ്പൊ എങ്ങനെയാണ് കേരളത്തിൽ നമ്മളിപ്പോ എക്സാം എഴുതാൻ പോകുന്നത്? ഫുഡ് സേഫ്റ്റി ഓഫീസർ അല്ലേ. ഈ ഫുഡ് സേഫ്റ്റി ഓഫീസറിന്റെ നേരെ മുകളിൽ ആരുണ്ടാവുക? നേരെ മുകളിൽ ഉണ്ടാവും ഡെസിഗ്നേറ്റഡ് ഓഫീസറാണ്. നമ്മുടെ നേരെ മുകളിൽ ആരുണ്ടാവും? ഡെസിഗ്നേറ്റഡ് ഓഫീസറാണ്. അദ്ദേഹത്തിന് നമ്മൾ നാട്ടിൽ പറയുന്ന ലോക്കൽ പേര് എന്ന് വെച്ചാൽ അസിസ്റ്റന്റ് ഫുഡ് കമ്മീഷണർ എന്നാണ്. നമ്മൾ ഡെസിഗ്നേറ്റഡ് ഓഫീസർ നമ്മൾ ലോ പഠിച്ചാലും ശരിക്കും നാട്ടിൽ പറയുന്ന പേര് അസിസ്റ്റന്റ് ഫുഡ് കമ്മീഷണർ എന്നാണ്. അപ്പോൾ ഫുഡ് സേഫ്റ്റി ഓഫീസർ നേരെയുള്ള ഇദ്ദേഹത്തിന്റെ മുകളിലുള്ള സീനിയർ ഓഫീസറാണ് കമ്മീഷണർ ഓഫ് ഫുഡ് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ. അത് ഓരോ സംസ്ഥാനത്തും ഓരോ ആൾക്കാരായിരിക്കും. അപ്പോൾ കേരളത്തിലുള്ള ഫുഡ് സേഫ്റ്റി കമ്മീഷണറാണ് അഫ്സാന പർവീൻ IAS. ഓക്കെ അല്ലേ? സോ താങ്ക് യു. ഇന്നത്തെ ക്ലാസ് ഓക്കെ ആണെന്ന് കരുതുന്നു. ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ എന്തായാലും നമ്മൾ പറഞ്ഞത് ആദ്യത്തെ റീജിയൻസ് ഫുഡ് സേഫ്റ്റി അതോറിറ്റി ന്യൂഡൽഹിയാണ് ഇത്. പിന്നെ അക്മാർക്കിനെ പറ്റി പറഞ്ഞു, ക്ലീൻ സ്ട്രീറ്റ് ഫുഡ് പറഞ്ഞു, ഫുഡ് റീകോളിനെ പറ്റി പറഞ്ഞു, അസ്കി എന്താന്ന് പറഞ്ഞു, ഫോർട്ടിഫിക്കേഷൻ പറഞ്ഞു, പാരന്ററൽ എന്താന്ന് പറഞ്ഞു, ലാസ്റ്റ് ഫുഡ് സേഫ്റ്റിന്റെ കമ്മീഷണർ ചെയർമാൻ ആരാ? അപൂർവ ചന്ദ്ര പറഞ്ഞു. ഓക്കെ അല്ല? സോ താങ്ക് യു.